എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും പ്രോസ്പെക്ടസും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. നിങ്ങളെല്ലാവരും ആ ഒരു പ്രോസ്പെക്ടസും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും മറ്റും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ വർഷത്തെ +1 അഡ്മിഷന് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില പുതുമകളുണ്ട്. അല്ലെങ്കിൽ ഈ വർഷം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ട രീതികളിൽ ചില മാറ്റങ്ങളുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ രീതികളിൽ അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾ പല രീതികളിലായിരിക്കും അപേക്ഷ സമർപ്പിക്കുന്നത്. സ്വന്തമായി ചെയ്യുന്നവരുണ്ടാവും, അക്ഷയ സെന്ററുകൾ വഴി ചെയ്യുന്നവരുണ്ടാവും, ഇന്റർനെറ്റ് കഫേ വഴി ചെയ്യുന്നവരുണ്ടാവും, ഇനി സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകൾ വഴി ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നവരും ഉണ്ടാവും. ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള വിദ്യാർത്ഥികളും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നവരായാലും നിങ്ങൾ ഓരോ വിഭാഗക്കാരും, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക. അപ്പോൾ മുൻ വർഷങ്ങളിലെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട അപേക്ഷാ സമർപ്പണം, അതിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഈ വർഷത്തെ +1 അപേക്ഷയ്ക്ക് ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ +1 അപേക്ഷ സമർപ്പിക്കാനായി ഒരു പ്രത്യേക ലിങ്ക് വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരുന്നു. ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ, അത് ഏത് രീതിയിൽ ചെയ്യുന്നവരായാലും നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ സമർപ്പിക്കാമായിരുന്നു. എന്നാൽ ഈ വർഷം വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കൂ. അപ്പോൾ എന്താണ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാവും. ആദ്യം നമുക്ക് ആ ഒരു കാര്യം പരിശോധിക്കാം. നിങ്ങൾ പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഉപയോഗിക്കുന്നവരായിരിക്കും. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായി നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ജിമെയിൽ, അതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഒരു യൂസർ ഐഡി പാസ്വേഡും ഉണ്ടാവും. അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ ഇതുപോലുള്ള യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡും, ആ ഒരു യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയൊക്കെയാണ് നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചില വിവരങ്ങൾ ചോദിക്കും. അത് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനാവും. അത്തരത്തിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യൂസർ ഐഡി, ഒരു പാസ്വേഡ്, ആ വിവരങ്ങൾ ഉപയോഗിച്ചാണ് പിന്നീട് നിങ്ങളുടെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഉദാഹരണമായി നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുക്കുന്നത്, അലോട്ട്മെൻറ്റുകൾ ചെക്ക് ചെയ്യുന്നത്, അപ്ലിക്കേഷനിലെ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യുന്നത്, ഇനി അഡ്മിഷൻ സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിനിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വർഷം +1 അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ ലൈവ് റെക്കോർഡ് വീഡിയോ, നമ്മൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ, അതായത് ഈ ഒരു അപേക്ഷാ സമർപ്പണത്തിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ആദ്യ ഘട്ടമാണ് ഈ വർഷം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം, അതുകൂടെ അതിൽ ഉൾപ്പെടുത്തും. അതടക്കം വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി ഇത്തരത്തിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് സ്വന്തമായി ചെയ്യുന്നവരും അല്ലാത്തവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അതായത് ആദ്യം പുറത്തുനിന്ന്, അതായത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി, ഇന്റർനെറ്റ് കഫേ വഴി ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ പരമാവധി തെറ്റുകൂടാതെ നൽകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ നൽകുന്ന നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ പോലുള്ള വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ ദോഷകരമായി ബാധിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങൾ നൽകുന്ന മറ്റ് വിവരങ്ങളും, അതായത് ബോണസ് പോയിന്റുകളായാലും ക്ലബ്ബുമായി ബന്ധപ്പെട്ട വിവരങ്ങളായാലും ഒക്കെ കൃത്യമായ വിവരങ്ങൾ മാത്രം ആപ്ലിക്കേഷനിൽ നൽകുക. നിങ്ങൾ ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഓൾറെഡി ഫില്ല് ചെയ്ത്
അക്ഷയ കേന്ദ്രങ്ങളിലും ഇന്റർനെറ്റ് കഫേകളിലും കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ അപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ആവുന്നില്ല. അവരും ഈ ഒരു രീതിയിൽ ഓൺലൈനായി തന്നെയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവർ നിങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത്, നിങ്ങൾ കൊടുത്തിട്ടുള്ള അക്ഷയ കേന്ദ്രങ്ങളായാലും ഇന്റർനെറ്റ് കഫേ ആയാലും അവിടെ പോകുന്ന സമയത്ത് ഒരിക്കൽ കൂടി ആ വിവരങ്ങൾ നിർബന്ധമായും പരിശോധിക്കുക. തെറ്റുണ്ടെങ്കിൽ അത് നിർബന്ധമായും തിരുത്തുകയും ചെയ്യുക. എങ്ങനെയാണ് ഒരു അപ്ലിക്കേഷൻ ഫോം തെറ്റുകൂടാതെ പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ ഓരോ വിവരങ്ങളും തെറ്റുകൂടാതെ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത്തരത്തിൽ ഈ ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരു യൂസർ ഐ ഡി, അതായത് നിങ്ങളുടെ യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ്. ആ ഒരു അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പാസ്വേഡും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂ. അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നത് പോലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ യൂസർ ഐ ഡിയും പാസ്വേഡും നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പുറത്തുനിന്ന് ഇന്റർനെറ്റ് കഫേ വഴി അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി സ്വന്തമായി ചെയ്യുന്നവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. തെറ്റുകൂടാതെ നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, പ്രോസ്പെക്ടസും അനുബന്ധ രേഖകളും എല്ലാം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു പ്രോസ്പെക്ടസും അതേപോലെ തന്നെ അനുബന്ധമായി വരുന്ന മറ്റ് രേഖകളും വായിച്ചു നോക്കി ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുക. അതായത് ചില വിവരങ്ങൾ, ഇപ്പോൾ കാറ്റഗറി പോലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഓപ്ഷനുകൾ കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഒരു പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അതുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്ന്, അതായത് +1 പ്രവേശനത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും അതിനുശേഷം എങ്ങനെയാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് എന്നുമുള്ളതിൻ്റെ കൃത്യമായ ലൈവ് റെക്കോർഡ് വീഡിയോ ഈ ഒരു അപ്ലിക്കേഷന് വേണ്ടിയുള്ള ലിങ്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ള കാര്യവും ഇതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യവും ഒക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുക. ആ സമയത്ത്, അതായത് അപ്ലിക്കേഷൻ ലിങ്ക് വന്നു കഴിഞ്ഞാൽ തിരക്ക് കൂടി ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ അറിയിച്ചത് പ്രകാരം സെപ്റ്റംബർ 3 വരെ ഓൺലൈനായി അപേക്ഷിക്കാൻ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തന്നെ ഒരിക്കലും ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം പരമാവധി തെറ്റുകൾ ഇല്ലാത്ത രീതിയിൽ അപ്ലിക്കേഷൻ കൊടുക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൊടുക്കുന്നവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ വിദ്യാർത്ഥികളെ അറിയിക്കാൻ ഈ ഒരു അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ ദോഷകരമായി ബാധിക്കും. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. തെറ്റുകൾ ഇല്ലാതെ നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന വിവരങ്ങൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് കൊടുത്തവരും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് തെറ്റുകൂടാതെ പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവും. ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോയുമായി 24-ാം തീയതി അപ്ലിക്കേഷന് വേണ്ടിയുള്ള ലിങ്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകാരപ്രദമാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക.